ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അക്ഷയ് സാറാണ്. സോ മക്കളെല്ലാവരും തമ്പനയില് കണ്ടു അല്ലേ? നമ്മൾ ന്യൂട്രിയൻസ്, നമ്മുടെ ചെടികൾക്ക്, നമ്മുടെ ക്രോപ്പിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കാറുണ്ട്? ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് സോയിലിൽ, അല്ലേടാ ശരിയല്ലേ? അതേക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മുടെ ചാപ്റ്റർ ഏതായിരുന്നു? നമ്മുടെ 8th CBSEയിലെ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആയ ഈ കാണുന്ന ചാപ്റ്റർ, ദ ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ് അല്ലേ? നമ്മുടെ ക്രോപ്പിനെ പ്രൊഡ്യൂസ് ചെയ്യുക മാത്രമല്ല, കൃത്യമായി എങ്ങനെ മാനേജ് ചെയ്യണം, ഈ പ്രോസസ്സുകളൊക്കെ കൃത്യമായി എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് ഇത്, ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ്. ആ ഒരു ചാപ്റ്ററിലൂടെ യഥാർത്ഥത്തിൽ നമ്മളൊരു കർഷകന്റെ കാര്യങ്ങളാണ് നമ്മൾ മൊത്തത്തിൽ പഠിക്കുന്നത് അല്ലെ? ഒരു കർഷകൻ എങ്ങനെ കൃഷി ഉണ്ടാക്കുന്നു, അവർ കൃഷിയുടെ പിറകിലുള്ള കഷ്ടപ്പാടുകൾ പലപ്പോഴും നമ്മുടെ മേശയിലേക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളൊക്കെ എത്താറുണ്ട് അല്ലെ? നമ്മുടെ അമ്മ പ്രിപ്പയർ ചെയ്യുന്ന അല്ലെ ഭക്ഷണങ്ങൾ എത്താറുണ്ട്, നമ്മളത് കഴിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ദോശ കഴിക്കുന്നു, ഒരു അരിയുടെ ദോശ കഴിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ദോശ കഴിക്കുമ്പോൾ അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇത് അരി ദോശയാണ്, ഈ അരി എങ്ങനെ ഉണ്ടായെന്ന് ചിന്തിക്കാറുണ്ടോ? ചിന്തിക്കാറില്ലെങ്കിൽ ഇനി നമ്മൾ ചിന്തിച്ച് തുടങ്ങണം. അപ്പോൾ ഈ അരി കൃഷി ചെയ്യുന്നത് നമ്മുടെ കർഷകർ തന്നെയാണ്, ഫാർമേഴ്സാണ്. അപ്പോൾ അവരുടെയൊക്കെ എഫേർട്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ പിറകിലുണ്ട്. സോ അവരെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു ചാപ്റ്റർ ആണ് ഇത്, ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന ചാപ്റ്റർ. അപ്പോൾ എൻ്റെ മക്കളോട് ഞാൻ എന്നും ഒക്കെ പറയുന്ന കാര്യം എന്താണ്? ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ ഒരു ഫാർമറിന്റെ പെർസ്പെക്റ്റീവിൽ വേണം പഠിക്കാൻ. അതായത് ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ഞാനൊരു ഫാർമറാണ്. സോ ആ ഒരു പെർസ്പെക്റ്റീവിൽ പഠിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി നമുക്ക് പഠിക്കാൻ പറ്റും. തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണിത്. ഇതിൽ ശരിക്കും അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു സ്കെലിട്ടൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, അഗ്രികൾച്ചർ പ്രാക്ടീസ്. ഇത് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യം നമ്മൾ സോയിൽ പ്രിപ്പയർ ചെയ്യുന്നു, പിന്നെ വിത്ത് വിതയ്ക്കുന്നു, സോവിങ്, അതിൻ അഡീഷൻ ഓഫ് ന്യൂട്രിയൻസ്, നമ്മൾ വളം ഇട്ട് കൊടുക്കുക അല്ലേ? അത് മാനുവറും ഫെർട്ടിലൈസറും ഒക്കെ ആവാം. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്, പിന്നെ റിമൂവൽ ഓഫ് വീഡ് അല്ലെ, കളകളുടെ അൺവാണ്ടഡ് പ്ലാന്റ്സിനെ റിമൂവ് ചെയ്ത് കളയുന്നത്. പിന്നെ നമ്മുടെ മെച്ചുവർ ആയിട്ടുള്ള ക്രോപ്പിനെ തീർച്ചയായിട്ടും ഹാർവെസ്റ്റ് ചെയ്യണം. പിന്നെ ഗ്രെയിൻസിനെ സെപ്പറേറ്റ് ചെയ്യണം അല്ലേ? നമുക്ക് ത്രഷിങ്ങും അതിനുശേഷം വിനോവിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കും. അതിനുശേഷം അവസാനമായിട്ട് എന്ത് ചെയ്യും? നമ്മൾ ധാന്യങ്ങളെ സൂക്ഷിച്ചു വെക്കും. സ്റ്റോറേജ് അടക്കം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അത് പറയാനുള്ളത്. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡീഷൻ ഓഫ് ന്യൂട്രിയൻസ് എന്ന് പറയുന്ന ഈ ഒരു സെഷനാണ്. സോ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ പ്ലാന്റ് ഗ്രോത്തിന്, ശ്രദ്ധിച്ച് കേൾക്കണം, പ്ലാന്റ് ഗ്രോത്തിന് എസെൻഷ്യലായിട്ട് വേണ്ട കുറച്ച് ന്യൂട്രിയൻസുകളുണ്ട്. അപ്പോൾ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം പോലുള്ള ന്യൂട്രിയൻസ് പ്ലാന്റിൻ്റെ ഗ്രോത്തിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഗ്രോത്തിനും നമ്മുടെ ബോഡിയിലെ ഫങ്ഷനിങ്ങിനൊക്കെ തന്നെ എന്ത് വേണം? നമുക്ക് ന്യൂട്രിയൻസ് വേണം അല്ലേ? നമ്മൾ ന്യൂട്രിയൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കും. വി യൂസ്ഡ് ടു ഈറ്റ് ഫുഡ് ടു ഗെറ്റ് എനർജി, ടു ഗെറ്റ് ന്യൂട്രിയൻസ് അല്ലെ? നമ്മുടെ ബോഡിക്ക് ന്യൂട്രിയൻസ് കിട്ടണം. ആ ന്യൂട്രിയൻസിൽ കിട്ടുമ്പോൾ മാത്രമേ ഈ ന്യൂട്രിയൻസ് നമ്മുടെ സെല്ലുകളിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴാണ് നമുക്ക് എനർജി കിട്ടുക. സോ അതുപോലെ ഒരു പ്ലാന്റിന്റെ ഗ്രോത്തിനും എന്ത് വേണം? ന്യൂട്രിയൻസ് വേണം. ഈ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ത് ആഡ് ചെയ്തുകൊണ്ടാണ്? നമുക്ക് ഐദർ വി ക്യാൻ യൂസ് മാനുവർ ഓർ വി ക്യാൻ യൂസ് ഫെർട്ടിലൈസർ. സോ മാനുവർ അല്ലെങ്കിൽ ഫെർട്ടിലൈസർ, നമുക്ക് ജൈവവളം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ചെടികൾക്ക് നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ടല്ലേ? നമ്മൾ ചാണകം പോലുള്ള ജൈവവളം, ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കും. പ്ലാന്റിൻ്റെ വേസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കമ്പോസ്റ്റ് പിറ്റൊക്കെ ഉണ്ടാക്കി നമ്മൾ ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ഫെർട്ടിലൈസർ വാങ്ങിക്കാൻ പറ്റും. നമ്മൾ കെമിക്കൽസ് ആണ് ഈ ഫെർട്ടിലൈസർ നമുക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ, രാസവളങ്ങൾ എന്ന് പറയും. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ച് നമുക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ബേസിക്കലി നമ്മൾ മാനുവർ ആഡ് ചെയ്യുന്നതും ഫെർട്ടിലൈസർ ആഡ് ചെയ്യുന്നതും ചെടികളുടെ പ്രോപ്പർ ആയിട്ടുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇത് ആഡ് ചെയ്തെങ്കിൽ മാത്രമേ ചെറിയ സ്പാൻ ഓഫ് ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ചെടികൾക്ക് നല്ല രീതിയിലുള്ള വളർച്ചയും നല്ല രീതിയിലുള്ള ഈൽഡും കിട്ടത്തുള്ളൂ. ഈൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിളവ് എന്ന് പറയും മലയാളത്തിൽ. അതായത് കുറേ വിത്തുകൾ അല്ലെങ്കിൽ കുറേ ധാന്യങ്ങൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യും, ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലായല്ലോ?
ഓക്കെ, നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോന്ന് മാനുവറും ഫെർട്ടിലൈസറും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ആദ്യം മാനുവർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിത് പ്യുവർലി ഓർഗാനിക് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇവിടെ കെമിക്കൽസിൻ്റെ യാതൊരു പ്രസൻസും ഉണ്ടാവില്ല. അതായത് നമ്മുടെ പ്ലാന്റിൻ്റെ വേസ്റ്റ്, ആനിമലിൻ്റെ വേസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, വൈക്കോൽ, നമ്മുടെ പുല്ലൊക്കെ ഉണ്ടല്ലോ, വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ അടുക്കളയിൽ ഉണ്ടാകുന്ന വെജിറ്റബിളിൻ്റെ പീൽ, ഇതൊക്കെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, കമ്പോസ്റ്റ് പിറ്റിലിട്ട് കമ്പോസ്റ്റ് ലെയർ ഓഫ് സോയിൽ ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ നമ്മൾ എന്തൊരു മാനുവർ ഉണ്ടാക്കിയെടുക്കും. മാനുവർ എന്ന് വെച്ചാൽ പ്യുവർലി എന്തായിരിക്കും, ഓർഗാനിക് ആയിരിക്കും, അതിലൊരു കെമിക്കലും ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? അതാണ് ഇവിടെ പറയുന്നത്. മാനുവർ എന്ന് പറഞ്ഞാൽ ഓർഗാനിക് മാറ്റർ ആണ്. ദേ ആർ ഡിറൈവ്ഡ് ഫ്രം സോളിഡ് അനിമൽ പ്ലാന്റ് വേസ്റ്റ്. അപ്പോൾ അനിമലിൻ്റെ ഡങ്, ഇപ്പോൾ കൗഡങ് പോലുള്ള അനിമൽ വേസ്റ്റ്, അനിമലിൻ്റെ എക്സ്ക്രീറ്റ് ആണ് കേട്ടോ. പിന്നെ പ്ലാന്റിൻ്റെ വേസ്റ്റ്, പ്ലാന്റ് വെജിറ്റബിൾ പീൽസ്, ഈ മരത്തിൻ്റെ ചില്ലകൾ, ഇതൊക്കെയാണ്. സ്ട്രോ, വൈക്കോല്, ഇതിൽ നിന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന, അതായത് ഡിറൈവ്ഡ് എന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുക്കുന്ന ഓർഗാനിക് മാറ്റർ, അതാണ് നമ്മുടെ മാനുവർ, വളം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാം നമ്മുടെ മാനുവറിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ ഫീൽഡ്, നമ്മുടെ വീടുകളിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ വയലുകളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതിന് നമുക്ക് ഫാക്ടറികളോ കാര്യങ്ങളോ വേണ്ട, ബിക്കോസ് ദേ ആർ നോട്ട് കെമിക്കൽ. അതുകൊണ്ട് തന്നെ ഇനി എന്താണ് മാനുവർ ഉപയോഗിച്ചാലുള്ള അഡ്വാൻറ്റേജ്? നമുക്കറിയാം, ഏതൊരു സാധനത്തിനും ഒരു അഡ്വാൻറ്റേജും ഒരു ഡിസ്അഡ്വാൻറ്റേജും ഉണ്ടാവും, അല്ലേ? അതായത് ഉപയോഗം അല്ലെങ്കിൽ അഡ്വാൻറ്റേജ്, അതിൻ്റെ മേന്മകൾ എന്ന് പറയാം. അപ്പോൾ ഇവിടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് മാനുവറിൻ്റെ? See, if you are adding manure to the soil, it enhances water holding capacity of the soil. This is very, very important. എന്തായാലും നിങ്ങളുടെ മനസ്സിൽ ഇത് ഉണ്ടാവണം. നമ്മൾ നമ്മുടെ മണ്ണിലേക്ക് മാനുവർ ആഡ് ചെയ്ത് കൊടുത്താൽ, ഈ മാനുവർ ആഡ് ചെയ്തെടുക്കുന്നുണ്ട് തന്നെ മണ്ണിൽ വെള്ളത്തെ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി എന്ത് ചെയ്യും, കൂടും. മനസ്സിലാവണം. നമ്മളിപ്പോൾ ഒരു സാൻഡി സോയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, സാൻഡി സോയിൽ വളരെയധികം എന്താണ്, വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം താഴ്ന്നേക്ക് സീപ്പ് ചെയ്ത് പോകാറുണ്ട്. വെള്ളം ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ മാനുവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ സ്ലോലി ഈ ഒരു സോയിലിൻ്റെ വാട്ടർ ഹോൾഡിങ് കപ്പാസിറ്റി, മാക്സിമം വാട്ടറിനെ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഒരു കപ്പാസിറ്റി കൂടും. തീർച്ചയായിട്ടും ഒരു വാട്ടർ ഹോൾഡിങ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ക്രോപ്പ് അല്ലെങ്കിൽ നമ്മുടെ ചെടികൾക്ക് പ്രോപ്പറായിട്ട് വളരാൻ പറ്റുള്ളൂ. സോ ആഡിങ് മാനുവർ എൻഹാൻസസ് വാട്ടർ ഹോൾഡിങ് കപ്പാസിറ്റി ആൻഡ് ഓൾസോ മേക്ക് ദ സോയിൽ പോറസ്. ഒരു ക്ലേ സോയിൽ എടുത്തു കഴിഞ്ഞാൽ, ആ ക്ലേ സോയിലിൻ്റെ കേസ് പറയുമ്പോൾ അതിൽ മാക്സിമം വാട്ടർ ഹോൾഡ് ചെയ്ത് വെക്കുന്ന സോയിലാണ്. സോ അവിടെ ചെടികൾ വളർത്തണമെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്, കാരണം പോറസ് അല്ലാത്തത് കൊണ്ട്, പോറസിറ്റി കുറവായിരിക്കും. സോ അങ്ങനെയുള്ള സോയിലിലേക്ക് മാനുവർ ആഡ് കൊടുത്താൽ പതിയെ അത് സോയിൽ പോറസിലേക്ക് മാറാൻ വേണ്ടി സഹായിക്കും. സെക്കൻഡ് പോയിന്റ്, മേക്ക് ദ സോയിൽ പോറസ്. Then third point, using manure in the soil increases friendly microbes. ഫ്രണ്ട്ലി ആയിട്ടുള്ള, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, നമ്മുടെ സോയിലിലേക്ക് ഹ്യൂമസുകൾ ആഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ജീവികളൊക്കെ എന്ത് ചെയ്യും, വളരും എന്നുള്ളത് തന്നെയാണ് അതിന് പറയാനുള്ളത്. അതുപോലെ തന്നെ സോയിലിൻ്റെ കളർ, ടെക്സ്ചറൊക്കെ എന്ത് ചെയ്യും, ഇമ്പ്രൂവ് ചെയ്യും. ഓക്കെ, കാരണം ന്യൂട്രിയൻസ് റിച്ച് ആവുമ്പോൾ എന്ത് സംഭവിക്കും, ഇതുപോലെ ടെക്സ്ചറിലേക്കുള്ള ചേഞ്ച്, ഓർഗാനിക് മാറ്റർ വരുമ്പോഴുള്ള ഒരു പ്രസൻസ് ആണ്. ഈ ഹ്യൂമസിൻ്റെ ഒക്കെ പ്രസൻസ് കൊണ്ട് സോയിലിൻ്റെ ടെക്സ്ചറും എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെന്ന് ഓർത്ത് വെക്കണം. ഞാൻ പറഞ്ഞു, ഒരു കോയിന് രണ്ട് വശമുള്ളതുപോലെ ഇവിടെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്, അഡ്വാൻറ്റേജസ് മാത്രമല്ല. വാട്ട് ഈസ് ഡിസഡ്വാൻറ്റേജ് ഓഫ് മാനുവർ എന്ന് ചോദിച്ചാൽ, എസെൻഷ്യലായിട്ട് പ്ലാന്റ് ഗ്രോത്തിന് വളരെ സ്പെസിഫിക് ആയിട്ട് ആവശ്യമുള്ള ചില ന്യൂട്രിയൻസ് ഉണ്ട്, ലൈക്ക് നൈട്രജൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഫോസ്ഫറസും പൊട്ടാസ്യവും ഒക്കെ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഇതൊക്കെ എന്താണ്, അത്രത്തോളം എന്തില്ല, മാനുവറിൽ അടങ്ങിയിട്ടില്ല. അതാണ് മറ്റൊരു എന്താ പറയുക, ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. സോ ലാക്കിംഗ് സം എസെൻഷ്യൽ ന്യൂട്രിയൻസ്, വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള പ്ലാന്റ് ഗ്രോത്തിന് വേണ്ട ന്യൂട്രിയൻസ്, സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഈ മാനുവറിൽ അത് അടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അളവൊക്കെ വളരെ എന്തായിരിക്കും, വളരെ മിനിമൽ ആയിരിക്കും. അത് തന്നെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. ദെൻ മൂവിങ് ടു ഫെർട്ടിലൈസർ, ഐ ടോൾഡ് യു ദേ ആർ കെമിക്കൽ, ഓർ വി ക്യാൻ സേ ഇനോർഗാനിക് സോൾട്ട് which are manufactured in factories. They are manufactured in factories, they are chemical, and they will be having more nutrient value. അതിൽ കുറേ സ്പെസിഫിക് ന്യൂട്രിയൻസിൻ്റെ അളവൊക്കെ കൂടുതലുണ്ടാവും. നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം പോലുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ഉണ്ടാവും.
ഇതാണ് ഫെർട്ടിലൈസർ. ഇതിനും എന്തുണ്ട്, അഡ്വാൻറ്റേജസും മോറോവർ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. സോ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി ന്യൂട്രിയൻസ് നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ നൈട്രജൻ ആയാലും ഫോസ്ഫറസ് ആയാലും പൊട്ടാസ്യം ആയാലും ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, NPK ഈസിലി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോയിലിൻ്റെ ഫെർട്ടിലിറ്റി നല്ല രീതിയിൽ തന്നെ വർദ്ധിപ്പിക്കാൻ പറ്റും വിത്തിൻ എ ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈം. ആൻഡ് ഇത് നമുക്ക് ചാക്കുകളിലൊക്കെ ചെറിയ തോതിൽ ചെറിയ ക്വാണ്ടിറ്റി മതിയാവും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസിയിൽ ഇത് ക്യാരി ചെയ്യാൻ പറ്റും. ഒരു സ്ഥലത്തു നിന്ന് മറ്റേ സ്ഥലത്തേക്ക് എന്ത് ചെയ്യാം വളരെ ഈസി ആയിട്ട്. ഇപ്പോൾ വളമൊക്കെ ആണെങ്കിൽ നമ്മൾ വണ്ടിയൊക്കെ വിളിക്കേണ്ടി വരും അല്ലേ. പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു ചാക്ക് സഞ്ചി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് നമുക്ക് ഈസി ആയിട്ട് ഒരു പ്ലേസിൽ നിന്ന് അടുത്ത പ്ലേസിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ദാറ്റ് മീൻസ് ഇറ്റ്സ് പോർട്ടബിൾ ആണ് ആൻഡ് ഓൾസോ വെരി ഈസി ടു സ്റ്റോർ. ഇത് സ്റ്റോർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. ആൻഡ് ഇറ്റ് ഈസ് എ ക്വിക്ക് സൊല്യൂഷൻ ടു ഇൻക്രീസ് ദ ഈൽഡ്. വളരെ ചെറിയ സമയം കൊണ്ട് മാക്സിമം ഈൽഡ് ലഭിക്കണമെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു യൂസ് ഫെർട്ടിലൈസർ. ബട്ട് റിമെമ്പർ, ദേ ആർ കെമിക്കൽ, ദേ ആർ ഇനോർഗാനിക് സോൾട്ട്. ഓക്കെ, അതാണ് അവിടുത്തെ ഒരു പോരായ്മയായിട്ട് പറയുന്നത്, ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ ഈ കെമിക്കൽ നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ ഉപയോഗിക്കും. ഇനിഷ്യലി ഐ ഹാവ് യൂസ്ഡ് ഫെർട്ടിലൈസർ, ഐ ഗോട്ട് മാക്സിമം ഈൽഡ്. സോ ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മൾ ചിന്തിക്കുന്ന എന്താ, പ്രോഫിറ്റ്. ഐ നീഡ് മോർ പ്രോഫിറ്റ്, ദാറ്റ് വിൽ ബി മൈ എയിം. നമ്മൾ കുറച്ച് പ്രോഫിറ്റ് കിട്ടുമ്പോൾ വി വിൽ ബി thinking like, why should I use more fertilizer? If I use more fertilizer, I will get more profit. More fertilizer, more yield, more profit. ഇത് നമ്മൾ ടെൻഡൻസി ഉണ്ടാക്കും, വീണ്ടും ഫെർട്ടിലൈസർ സോയിൽ ഇട്ട് കൊടുക്കാലോ എന്നുള്ള ടെൻഡൻസി. സോ ഇറ്റ് വിൽ ബി അഡ്വേഴ്സ്ലി എഫക്റ്റിംഗ് ദ സോയിൽ. കുറേ കാലം കഴിഞ്ഞാൽ എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസർ വിൽ റെഡ്യൂസ് സോയിൽ ഫെർട്ടിലിറ്റി. ദെൻ ഇറ്റ് വിൽ കോസ് വാട്ടർ പൊല്യൂഷൻ. ഹൗ? ഞാൻ എൻ്റെ വയലിൽ ഫെർട്ടിലൈസർ കെമിക്കൽ അപ്ലൈ ചെയ്തു. ഓക്കെ, ഈ മഴയൊക്കെ പെയ്യുമ്പോൾ ഈ ഫെർട്ടിലൈസർ എക്സസ് ആയിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വാഷ്ഡ് അവേ ത്രൂ ദ വാട്ടർ. ഇറ്റ് വിൽ ബി മൂവ് ടു അഡ്ജസ്റ്റൻറ്റ് വാട്ടർ ബോഡി ആൻഡ് കോസ് പൊല്യൂഷൻ ബിക്കോസ് ദേ ആർ കെമിക്കൽ. ആൻഡ് ഇറ്റ് വിൽ അഫക്റ്റ് ദി അക്വാട്ടിക് ലൈഫ് ഓൾസോ. ഈ അക്വാട്ടിക് ലൈഫിനെ മാത്രമാണോ ഇത് ബാധിക്കുക? സോ ഇറ്റ് വിൽ ബി അഫക്റ്റിംഗ് ഹ്യൂമൻ ബീങ്സ് ഓൾസോ. നമ്മുടെ ഹെൽത്തിനും ബാധിക്കും ബിക്കോസ് കെമിക്കൽ, ultimately they are chemical, so they will affect all the life forms. ഇതാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫെർട്ടിലൈസർ. നമ്മൾ ജസ്റ്റ് ഒരു കമ്പാരിസൺ കൂടി നമ്മൾ ചെയ്യാണ്, ഫെർട്ടിലൈസർ ആൻഡ് മാനുവർ. ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യുവർ എക്സാം. സോ ജസ്റ്റ് നോക്കിക്കഴിയുമ്പോൾ ഐ ഹോപ്പ് യു ക്യാൻ സീ ഫെർട്ടിലൈസർ, ദേ ആർ ഇനോർഗാനിക് സോൾട്ട്. മാനുവർ, they are natural substance obtained by the decomposition of cattle dung, human waste, plant residue, purely organic. രണ്ടാമത്തെ കാര്യം, ഫെർട്ടിലൈസർ എവിടെയാണ് ഉണ്ടാവുന്നത്, എവിടെ ഉണ്ടാക്കുകയാണ്? ദേ ആർ പ്രിപ്പയർഡ് ഇൻ ദി ഫാക്ടറീസ്. മാനുവറും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അത് നമ്മുടെ ഫീൽഡുകൾ, നമ്മുടെ വയലുകളിൽ, നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഫെർട്ടിലൈസർ ഡസ് നോട്ട് പ്രൊവൈഡ് എനി ഹ്യൂമസ് ടു ദ സോയിൽ. അപ്പോൾ സോയിലിൻ്റെ ഒരു ഹ്യൂമസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് മാനുവർ തന്നെ വേണം. മൈക്രോ ഓർഗാനിസവും നമ്മുടെ എർത്ത് വോം ഒക്കെയാണ് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ മാനുവർ ആക്ച്വലി പ്രൊവൈഡ്സ് ലോട്ട് ഓഫ് ഹ്യൂമസ് ടു ദ സോയിൽ. ഫെർട്ടിലൈസർ ആർ വെരി റിച്ച് ഇൻ പ്ലാന്റ് ന്യൂട്രിയൻസ് ലൈക്ക് നൈട്രജൻ, ഫോസ്ഫർ ആൻഡ് പൊട്ടാസ്യം. ബട്ട് മാനുവർ ഈസ് റിലേറ്റീവ്ലി ലെസ് റിച്ച് ഇൻ പ്ലാന്റ് ന്യൂട്രിയൻസ്. പ്ലാന്റ് ന്യൂട്രിയൻസിൻ്റെ അളവ് മാനുവറിൽ കുറവായിരിക്കും, ഫെർട്ടിലൈസറിൽ കൂടുതലായിരിക്കും. അപ്പോൾ കൂടുതൽ ഈൽഡ് വേണമെങ്കിൽ യു ക്യാൻ പ്രിഫറബിളി ഗോ വിത്ത് ഫെർട്ടിലൈസർ. ബട്ട് നല്ല ഈൽഡ്, അല്ലെങ്കിൽ നല്ല ഈൽഡ് എന്നല്ല, നല്ല എന്താ പറയുക, ആരോഗ്യമുള്ള പച്ചക്കറികൾ അല്ലെങ്കിൽ ആരോഗ്യമുള്ള ഒരു സാധനം ഉണ്ടാവണമെങ്കിൽ വി ഷുഡ് ഗോ ഫോർ മാനുവർ. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. മോർ പ്രോഫിറ്റ് വേണമെങ്കിൽ ഫെർട്ടിലൈസർ തന്നെ ഉപയോഗിക്കേണ്ടി വരും. ബട്ട് തിങ്ക് ഫെർട്ടിലൈസർ ഈസ് കെമിക്കലാണ്, ആ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. സോ ചെറിയൊരു സമയത്തിനുള്ളിൽ നമ്മൾ ആ മാനുവറും ഫെർട്ടിലൈസറും എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് സാറ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ട് എന്ന് തന്നെ കരുതുന്നു. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. തുടർന്ന് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതിലേക്ക് ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ.